പീരുമേട് ജനവാസ മേഖലയ്ക്ക് സമീപത്ത് പട്ടാപ്പകൽ കടുവയിറങ്ങി. ഗ്രാമ്പി സർക്കാർ സ്കൂളിന് സമീപത്താണ് കടുവയെ കണ്ടത്. സ്കൂളിന് അവധി നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളാണ്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ജെയിൻ, ഈ കാടിനോട് ചേർന്ന പ്രദേശമാണല്ലോ, അപ്പോൾ നേരത്തെ അങ്ങനെ എന്തെങ്കിലും സാന്നിധ്യമൊക്കെ ഉള്ള അല്ലെങ്കിൽ ഭീതിയുള്ള ഒരിടമാണോ? കടുവയുടെ സാന്നിധ്യത്തിന് ശേഷം തിരച്ചിലൊക്കെ നടക്കുന്നുണ്ടോ? പ്രതീക്ഷ, തീർച്ചയായിട്ടും ഇത് പെരിയാർ കടുവ സങ്കേതത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. ഇന്നലെയും ഇവിടെ ഇതിന് സമീപം കടുവ എത്തിയിരുന്നു. അവിടെ 2 പശുക്കളെ ആക്രമിച്ചിരുന്നു. കൂടാതെ ഒരു വളർത്തുനായ്ക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കൂടി നിൽക്കുന്നതിനിടയിലാണ് പോപ്സിന്റെ ഗ്രാമ്പി തേയിലത്തോട്ടം, ആ തേയിലത്തോട്ടത്തിന്റെ ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്ത്, കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്താണ് ഈ കടുവയെ കണ്ടത്. ആളുകൾ ബഹളം വെച്ചതോടുകൂടി അത് ഈ കൂടുതൽ കാടുള്ള മേഖലയിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്, ഈ കടുവയെ കണ്ടതിന് ഏതാണ്ട് ഒരു 100 മീറ്റർ അടുത്താണ് ഗ്രാമ്പി LP സ്കൂളുള്ളത്. ഇന്ന് അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അധ്യാപകരും ഉണ്ടായിരുന്നു. ക്ലാസ് നടക്കുന്ന സമയമാണ്. കടുവയെ കണ്ടതിനെ തുടർന്ന് PTA ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾ അടക്കം നാട്ടുകാരും ചെന്ന് കുട്ടികളോട് പുറത്തിറങ്ങരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കടുവയുടെ സാന്നിധ്യമുള്ളത് എപ്പോഴും ഒരു ആശങ്കയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കുട്ടികൾക്ക് അവധി നൽകണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ക്രമീകരണം അവിടെ ആവശ്യമാണ്. കാരണം കുട്ടികൾ സ്കൂൾ വിട്ട് പോകുന്ന സമയത്തൊക്കെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ഈ കടുവയെ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ക്യാമറ ട്രാപ്പൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം കടുവയെ നമ്മൾ പകൽ തന്നെ ദൃശ്യങ്ങളിലൂടെ വ്യക്തമായി തന്നു. കടുവയുടെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ അടുത്ത നടപടി എന്ന് പറയുന്നത് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിയാണ്. ഒന്നുകിൽ അവിടെ കൂട് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പീരുമേട് സ്കൂളിന് സമീപമാണ് കടുവയെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ കടുവയെ ആ പ്രദേശത്ത് സാന്നിധ്യമായി തന്നെ നിൽക്കുന്നു എന്ന ആശങ്ക അവിടെ നാട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ തന്നെ പറയുന്ന സാഹചര്യത്തിൽ വനം വകുപ്പും ആ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുമുണ്ട്.